വിവോക് 6th സെം പേപ്പർ അഡ്വാൻസ്മെൻറ്റ് ഇൻ ഇമേജിംഗ് മൊഡാലിറ്റീസ് എന്നതിലെ യൂണിറ്റ് 1 ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ചാണ് പറയുന്നത്. സോ പാക്ക് സിസ്റ്റത്തിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന വെബ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ത്രൂവോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ VPN വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ SSL സെക്യൂർ സോക്കറ്റ്സ് ലെയർ പോലുള്ളതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ക്ലയൻറ്റ് സൈഡിൽ നിന്ന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ActiveX, അതുപോലെ ജാവ സ്ക്രിപ്റ്റ്, ജാവ ആപ്ലെറ്റ് അങ്ങനത്തെയൊക്കെ പോലുള്ള സോഫ്റ്റ്വെയർസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പാക്ക് ക്ലയൻസിൻ്റെ റോബസ്റ്റ് പാക്ക് ക്ലയൻസ്. എന്താണ് റോബസ്റ്റ് പാക്ക് സിസ്റ്റം ക്ലയൻസ് എന്ന് പറഞ്ഞാൽ? ഗതിയിൽ യൂസ് ചെയ്യുന്ന ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് എല്ലാ റിസോഴ്സും, ഒരു സിസ്റ്റത്തിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ റിസോഴ്സസും അവർ യൂസ് ചെയ്യാറുണ്ട്. അവർ കൂടുതലും ഈ പറഞ്ഞ പോലെ വെബ് ബ്രൗസേഴ്സിനെ മാത്രമോ അല്ലെങ്കിൽ ജാവ അപ്ഡേറ്റ്സിനെ മാത്രമോ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അവർ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇമേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് കൂടുതൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പാക്ക് സിസ്റ്റത്തിൽ നിന്നും എന്ത് ചെയ്യാം, നമുക്ക് ഡൈകോം സിസ്റ്റം പാർട്ട് 18 അതല്ലെങ്കിൽ ഡൈകോമിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വെബ് ആക്സസ് എന്ന് പറയുന്നത് ഡൈകോമിലേക്ക് വെബ് ആക്സസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമേജസിനെയും റിപ്പോർട്ട്സിനെയും വെബ് ത്രൂ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മീഡിയത്തിലൂടെ ആയിരിക്കണം നമ്മളത് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് വരും, ഇമേജിൻ്റെ ക്ലാരിറ്റി അതുപോലെ ഇമേജിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്ത് വരാൻ ചാൻസസ് ഉണ്ട്, ഡാമേജ് ആവാനും അതായത് പ്രോപ്പർ അല്ലാണ്ട് വരാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പാക്ക് ആർക്കിടെക്ചറിൻ്റെ പുറത്തേക്ക് അല്ലാണ്ട് വൈഡായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് WADO എന്ന് പറയുന്നത് ഒരു ഡൈകോം ഒബ്ജക്റ്റ് ആണ്. വെബ് ആക്സസ് ടു ഡൈകോം ഒബ്ജക്ട്സ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം അല്ലെങ്കിൽ ഫുൾ ഫോം വരുന്നത്. വെബ് ആക്സസ് ടു ഡൈകോം ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. ഇന്ന് മെയിനായിട്ട് നമ്മൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇമേജസ് റിപ്പോർട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത്തിരി കൂടിയും നമ്പർ ആണെങ്കിലും അതിൻ്റെ ക്ലാരിറ്റി ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഈ ഇമേജിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഒന്നും തന്നെ നശിക്കാണ്ട് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിഷ്യൻസിനാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും. ഇനി പാക്ക് ഇമേജിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കലാണ്. ചിലപ്പോൾ എന്താണ് ഓവർലുക്ക് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. കാരണം പാക്ക് സിസ്റ്റത്തിൽ ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് HIPAA എന്ന് പറയുന്നതാണ്. അതായത് പേഷ്യൻറ്റിൻ്റെ ബാക്കപ്പ് കോപ്പീസ് നമ്മൾ എന്ത് ചെയ്യും, ഇതിനാവശ്യമാണ്. HIPAA എന്ന് പറയുന്നതിന് ആവശ്യമാണ്. ഇതിൽ എന്തെങ്കിലും പാക്ക് സിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ, എന്തെങ്കിലും ഇമേജസ് നഷ്ടപ്പെട്ടാൽ ഒരു ബാക്കപ്പ് വെക്കുന്നതാണ് HIPAA എന്ന് പറയുന്നത്. നമുക്ക് പല ടൈപ്പ് മെത്തേഡുകളുണ്ട്, പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഇമേജസ് ഒക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കാനായിട്ട്. പൊതുവേ നമ്മൾ എന്താ ചെയ്ത് വെക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇമേജസിനെ നമ്മൾ സെപ്പറേറ്റ് കമ്പ്യൂട്ടറിലേക്ക്, അതായത് നമുക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ എന്നുള്ള പോലെ ഈ ഒരു സിസ്റ്റത്തിൽ മാത്രമല്ലാണ്ട് വേറൊരു സിസ്റ്റത്തിലേക്ക് കൂടി നമ്മൾ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇനി വരുന്നതാണ് ക്വറിങ് ഫൈൻഡ് ആൻഡ് ഇമേജ് ഇൻസ്റ്റൻസ് റിട്രീവൽ, മൂവ് ആൻഡ് ജെറ്റ് എന്ന് പറയുന്നത്. get എന്നും പറയാറുണ്ട്, ചിലർക്കത് പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ. ഇതിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് കൂടുതലും ഡൈകോം മെസ്സേജസ് ആണ്. ഇത് ഡൈകോം ഇമേജ് ഹെഡേഴ്സിന് സിമിലർ ആണെന്നാണ് പറയുന്നത്. ഇനി ഫൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ് അത് ചെയ്യുക, പ്രിഫർ ചെയ്യാൻ എന്തുകൊണ്ടാണ് റീസൺ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ക്ലയൻറ്റിന് ഇതിലൂടെയും നെറ്റ്വർക്ക് കണക്ഷൻ പാക്ക് സെർവറായിട്ട് കൂടുതൽ കിട്ടാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇതിലൂടെ ഈസി ആയിരിക്കും. പിന്നെ ക്ലയൻറ്റിന് എന്താണ് ഫൈൻഡ് റിക്വസ്റ്റ് മെസ്സേജ് എന്ത് ചെയ്യാൻ പറ്റും, ഡൈകോം ആട്രിബ്യൂട്ടിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ക്ലയൻറ്റിന് ഫൈൻഡ് റിക്വസ്റ്റ് മെസ്സേജ് ഫില്ല് ചെയ്യാനായിട്ടും അതുപോലെ കീസൊക്കെ നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ എന്തുണ്ടായിരിക്കും, പേഷ്യൻറ്റിൻ്റെ ID, അതുപോലെ പേഷ്യൻറ്റിൻ്റെ ID റിലേറ്റ് ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ട്സ്, അതുപോലെ പേഷ്യൻറ്റിൻ്റെ IDയുടെ ഒപ്പം തന്നെ വേണ്ട ഡീറ്റെയിൽസൊക്കെ എന്തുണ്ടായിരിക്കും അതിൽ ഓൾറെഡി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി ക്ലയൻറ്റ് ക്രിയേറ്റ് എന്തെങ്കിലും ഒരു പറഞ്ഞ പോലെ ഈ ആട്രിബ്യൂട്ട്സിൽ എന്തെങ്കിലും സെർവറിൽ എന്തെങ്കിലും ഒരു ഡൗൺ വരികയാണെങ്കിൽ പോലും എന്തുണ്ടായിരിക്കും, അത് നമുക്ക് അവിടെ റിട്രീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ആണ് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ID റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമേജസ് കൂടിയും റിസീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നമുക്ക് 0 ലെങ്ത് SOP ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ലൈക്ക് ആ ഒരു വെബിൻ്റെയും സെർവറിൻ്റെയും സൈറ്റിലൊക്കെ വരുന്ന ടെർമിനോളജീസ് ആണ്. ലൈക്ക് കംപ്ലീറ്റ്ലി ഇതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം റിലേറ്റ് ചെയ്യുന്ന ടേംസ് ആണ്. അപ്പോൾ ഒന്നുകൂടിയും റെഫർ ചെയ്യുക, ഇത് പറയുന്ന ഓഡിയോസിൻ്റെ മാത്രം നിങ്ങൾ നോക്കാണ്ട് കുറച്ചുകൂടി ഒന്ന് നിങ്ങൾ റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
അതുപോലെ തന്നെ സി ഫൈൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെർവറിലോട്ട് റിക്വസ്റ്റ് മെസ്സേജ്, അതായത് നമുക്ക് മെസ്സേജിനെ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും സി ഫൈൻഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ സെർവർ അപ്പോൾ എന്ത് ചെയ്യും, ക്ലയൻറ്റിന് ഒരു മെസ്സേജ് അപ്പോൾ റിപ്ലൈ ഒരു ബാക്കായിട്ട് ലൈക്ക് സെൻസ് ബാക്ക് ഈ ഒരു മെസ്സേജ് റിപ്ലൈ കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, സി ഫൈൻഡിൻ്റെ അവിടെ ഒരു ലിസ്റ്റ് വരും റെസ്പോൺസ് മെസ്സേജസിൻ്റെ. അതിൽ നമുക്ക് ഓരോ ലിസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൈകോം ആട്രിബ്യൂട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വാല്യൂസ് മാച്ച് ആയിട്ടുള്ളതിന് എന്ത് ചെയ്യാൻ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇമേജസ്, അതുപോലെ പ്രസൻറ്റേഷൻ സ്റ്റേറ്റ്സ്, സ്ട്രക്ചേർഡ് റിപ്പോർട്ടുകൾ, അതൊക്കെ നമുക്ക് എന്തിലൂടെ എടുക്കാം, പാക്ക് സെർവറിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ നമുക്ക് സി മൂവോ അല്ലെങ്കിൽ സി ജെറ്റ് റിക്വസ്റ്റിലൂടെ ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഡൈകോം നെറ്റ്വർക്കാണ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഇനി റിട്രീവൽ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡീൻ്റെ സമയത്തോ അല്ലെങ്കിൽ പഠനത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ സീരീസ് അറേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇമേജിൻ്റെ ലെവലിൻ്റെ ടൈമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റാസ് അല്ലെങ്കിൽ ഇമേജസ് അല്ലെങ്കിൽ ഈ മെസ്സേജസ് നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ സി മൂവ് റിക്വസ്റ്റിൽ മെയിനായിട്ട് സ്പെസിഫൈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് ഇൻസ്റ്റൻറ്റിലാണ് ഇത് സെൻഡ് ചെയ്യേണ്ടത് ഏതൊരു ടൈമിലാണ് ഇത് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതും, സി സ്റ്റോറിൻ്റെ മെസ്സേജസ് നമ്മൾ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ടൊരു ഐഡൻറ്റിഫയർ വേണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെസ്റ്റിനേഷൻ അപ്ലിക്കേഷൻ എൻറ്റിറ്റി ടൈറ്റിൽ, ഈ ടൈറ്റിൽ എന്നും ഇതിനെ പറയാം. ഇനി ഒരു സി മൂവ് വർക്ക് ചെയ്യണമെങ്കിൽ സെർവറിന് എന്തുണ്ടായിരിക്കണം, അതൊരു മാപ്പിംഗ് ഉണ്ടായിരിക്കണം ഈ ടൈറ്റിലായിട്ട്. അതിനായിട്ട് ഒരു TCP/IP എന്ന് പറയുന്ന ഒരു IP അഡ്രസ്സും ഒരു പോർട്ടും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് സെർവറിന് അറിയാൻ പറ്റുള്ളൂ ഈ സ്റ്റോറിലെ ഓപ്പറേഷൻസും അതുപോലെ കണക്ഷൻസും റിക്വസ്റ്റിനനുസരിച്ചിട്ട്. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നില്ല, സെർവർ ക്ലയൻറ്റിന് അറിയണം എന്നുള്ളൊരു ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് അവിടെ എന്താ വേണ്ടുള്ളൂ, TCP/IP അഡ്രസ്സ്, പോർട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ നെറ്റ്വർക്ക് അഡ്രസ്സ് ട്രാൻസ്ലേഷനും നമ്മുടെ ഈ എൻവയോൺമെൻറ്റ്സ് നമുക്ക് ഈ വർക്കിംഗ് ചെയ്യുന്ന ആ സിസ്റ്റംസും കണക്ഷൻസും ഈ സി മൂവ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. ഒരു ഡിഫറൻസ് സി മൂവും സി ജെറ്റും അല്ലെങ്കിൽ സി ഗെറ്റും തമ്മിലെന്ന് വെച്ചാൽ രണ്ടും ഏകദേശം സിമിലർ ആണ്. പക്ഷേ ഡിഫറൻസ് മെയിനായിട്ട് വരുന്നത് ഒന്ന് ആക്റ്റീവും ഒന്ന് പാസീവ് FTP ആണ്. ഇതൊക്കെ സോഫ്റ്റ്വെയർ ടെർമിനോളജീസ് ആണ്. എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം. ഇനി സി മൂവ് ആണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സി ഗെറ്റ് ഇത്രയും പ്രാക്ടിക്കലാണ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, പക്ഷേ കൂടുതൽ യൂസ് ചെയ്യുന്നത് സി മൂവ് ആണ്. ഓക്കെ.